തലവനോ? ശരിയാണ്, വൈക്കിംഗ് തലവന്മാരെ ഭരിക്കുന്ന തലവനാണ് ഞാൻ. ചക്രവർത്തിയാണ് ഞാൻ. വടക്കുദേശത്തെ ഏറ്റവും ശക്തനായ വൈക്കിംഗ്. സ്കാൻഡിനേവിയയിലെ ഏറ്റവും വലിയ പ്രദേശത്തിന്റെ ഭരണാധികാരി. 10,000 യോദ്ധാക്കളുടെയും 1000 കപ്പലുകളുടെയും പടത്തലവൻ. എന്റെ ശക്തി മനുഷ്യധാരണയ്ക്കപ്പുറവും അസാധ്യമായതിനെ സാധ്യമാക്കുന്നതുമാണ്. കാണ്, എന്റെ ശക്തിക്ക് ആ തിരമാലകളെ ശാന്തമാക്കാൻ സാധിക്കും. ചക്രവർത്തി ഖുനൂത്തിന്റെ നാമത്തിൽ ഞാൻ ആജ്ഞാപിക്കുന്നു, തിരമാലകളെ ശാന്തമാവും. കണ്ടില്ലേ സ്വന്തം കണ്ണുകൊണ്ട് എന്താണ് എൻ്റെ ശക്തിയെന്ന്? ഈ തിരമാലകളെ പോലും നിശ്ചലമാക്കാൻ എനിക്കാവുന്നില്ല. ഈ തിരമാലകളുടെ ഉത്തരവാദി ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? ദൈവമാണ്. ഈ ഭൂമിയിൽ ഒരു സ്വർഗം നിർമ്മിക്കുന്നതിനർത്ഥം അവനുണ്ടാക്കിയ നിയമങ്ങളെ നിഷേധിക്കുക എന്നതാണ്. ദൈവത്തിനെതിരെയുള്ള വിപ്ലവമാണിത്. ദൈവനിർമ്മിതമായ നിയമങ്ങൾ പാലിച്ച് മനുഷ്യരാശിയിൽ സന്തോഷമുണ്ടാവില്ല. വിപ്ലവം? ഞങ്ങളിലേക്ക് നോക്കൂ തോർഫിൻ. ഞങ്ങൾ വൈക്കിങ്സിലേക്ക് നോക്കൂ. നാശനഷ്ടം വിതയ്ക്കുന്ന ഞങ്ങളിലേക്ക്, ഭീകരത ഉളവാക്കുന്ന ഞങ്ങളിലേക്ക്. നിനക്ക് തോന്നുന്നുണ്ടോ ഞങ്ങൾക്ക് സ്വർഗത്തിൽ ജീവിക്കാൻ എന്തെങ്കിലും അർഹതയുണ്ടെന്ന്? എങ്കിലും അതാണ് ഞങ്ങളെ മനുഷ്യരാക്കുന്നത്. തെറ്റുകൾ ചെയ്യുന്നതും വഴിപിഴച്ചു പോകുന്നതും മനുഷ്യ സ്വഭാവത്തിന്റെ ഭാഗമാണ്. ദൈവം തള്ളിക്കളഞ്ഞവരെ സംരക്ഷിക്കാൻ എന്നെക്കൊണ്ട് സാധിച്ചില്ലെങ്കിൽ ഒരു സ്വർഗം നിർമ്മിക്കാനും എന്നെക്കൊണ്ട് സാധിക്കില്ല. വൈക്കിങ്സിനെ രക്ഷിക്കാനോ? അതെ, ഇവരുടെ മേൽ ഞാൻ ഭരിക്കുന്നു, ആജ്ഞാപിക്കുന്നു. ഇവരുടെ ശക്തിയെ ഞാൻ ഒന്നിപ്പിക്കുന്നു. ആ ശക്തി ഉപയോഗിച്ച് ഭൂമിയിൽ ഒരു സ്വർഗം പണിയാൻ വേറെ ഒരു വ്യക്തി ഉണ്ടാവില്ല. ശക്തി സുപ്രധാനമാണ്. മനുഷ്യശക്തി ഒരുമിച്ചെങ്കിലേ ദൈവത്തിനെതിരെ പോരാടാൻ സാധിക്കുകയുള്ളൂ.